എൻ്റെ കൂടെ മറ്റൊരു ചിറ്റാറ്റുള്ള മിഥുനാണ് ന്യൂയോർക്കിൽ നിന്നും. ഇപ്പം ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആർമിയുടെ ചീഫും ഡെപ്യൂട്ടി ചീഫും അതേപോലെ തന്നെ ചില സെക്യൂരിറ്റി എക്സ്പേർട്ടുകളൊക്കെ പറയാൻ തുടങ്ങി. ഈ ഹമാസ് ഇസ്രായേലിനെതിരെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്ത് അതേപോലെയുള്ള ജിഹാദി അറ്റാക്കാണ് ഇന്ത്യക്കെതിരെ നടത്തുവാൻ വേണ്ടി MBBSും MDയും അതേപോലെ പല ആൾക്കാരും അത് വൈറ്റ് കോളർ ടെറർ ഇതിൻ്റെ ഭാഗമായിട്ട് അർബൻ ടെറർ അർബൻ വയലൻസ് നടത്താൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ മറ്റ് പല രീതികളും വരുന്നുണ്ട്, മറ്റ് റിപ്പോർട്ട്സുകളും വരുന്നുണ്ട്. ഹമാസിൻ്റെ ഭാഗമൊക്കെ നേരത്തെ ഒരു ഇസ്രായേലി വ്ളോഗർ ഏകദേശം 1 വർഷം മുമ്പ് അവർ പറഞ്ഞിരുന്നു ഇഞ്ചുവേർഡായിട്ടുള്ള സിറിയയിൽ നിന്നും മറ്റു ഹമാസ് ഏകദേശം 1000, 1500, 2000 പേര് പാകിസ്ഥാനിലോട്ട് പോയിട്ടുണ്ട്. അവർക്കെപ്പോഴും ജിഹാദ് മതി. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് മിഥുനോട് സംസാരിക്കുക. മിഥുൻ ഇന്ത്യൻ ആർമിയുടെ ഡെപ്യൂട്ടി ചീഫും അതേപോലെ തന്നെ സെക്യൂരിറ്റി എക്സ്പേർട്ടുകളും ഇന്ത്യ ടുഡേ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഹമാസ് ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്തത് ആ രീതിയിലാണ് ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് നമ്മൾ ഈ പറയുന്നത് ഒരു ബാലാക്കോട്ട് കൊണ്ടോ ഒരു ഇതുകൊണ്ടോ ഈ ടെററിസം ഒന്നും നശിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇത് റിപ്പോർട്ട് വന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഹമാസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു പാകിസ്ഥാനിൽ. പിന്നെ അവർക്ക് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നിൽക്കാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ അവർക്കെപ്പോഴും ജിഹാദ് ചെയ്താൽ മതി. ഇതെല്ലാം കണ്ടിട്ട് മിഥുൻ ഇപ്പം ഇതെന്താ തോന്നുന്നത്? അതുപോലെ ഞാൻ പറയട്ടെ, നമ്മൾ ഒരുപാട് ആളുകൾ വിചാരം എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന എന്ന് പറയുന്നത് അമ്പും ബില്ലും കൊണ്ടും ഏറ്റുമുട്ടുന്ന സംഘടനയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി നോ. 2.5 വർഷം എടുത്തു ഇസ്രായേലിനെ അവരെ ക്രാക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ കണ്ടാൽ 200 പേരെ ടണലകത്താക്കിയിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പാറ്റേൺ അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. അവരെ ലോജിസ്റ്റിക്കൽ കോഡ് വെച്ചിട്ട് ഇവരെപ്പോഴാണ് ഇവർക്കൊരു ഹാൻഡിൽ ടീം ഒക്കെ ഉണ്ട്. ലോങ് സ്റ്റോറി എന്ന് പറയുന്നത് അതായത് ക്രാക്ക് ചെയ്യാൻ 2.5 വർഷം എടുത്തു. സൊഫിസ്റ്റിക്കേറ്റഡ് AI ടൂൾസ് യൂസ് ചെയ്യുന്ന, അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്ന, ടണൽസ് യൂസ് ചെയ്യുന്ന സംഘടനയാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. ചെറിയ മീരല്ലാണ് ഹമാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്ബുള്ളേനെയും ഹുതികളൊക്കെ പെട്ടെന്ന് എടുത്തു പറഞ്ഞാൽ പോലും ഹമാസ് സമയം എടുത്തു ഇസ്രായേലിനെ ക്രാക്ക് ഡൗൺ ചെയ്യുന്ന അവരിപ്പോ ഒരു മുട്ടുകുത്തിയിരിക്കുക. അത് പോട്ടെ. അപ്പോൾ ദേ ഹാവ് ടെക്നോളജി, അവർക്ക് എല്ലാം ഉണ്ട് അവരുടെ കയ്യിൽ. ദേ ക്യാൻ ബ്രെയിൻ വാഷ്, ദേ ക്യാൻ റീച്ച് എനിബഡി. ആരെ വേണമെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തും വേണമെങ്കിൽ എത്തിക്കാനുള്ള കഴിവ് ഹമാസിനുണ്ട്. ഇനി ഇപ്പൊ സാറ് ചോദ്യം പറയുന്നത് ഇന്ത്യ പേര്, അതായത് ഇന്ത്യക്ക് എന്താണ് വെല്ലുവിളി എന്ന് പറയുന്നത് അമോണിയം നൈട്രേറ്റ് ആയിരുന്നു ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ദില്ലി സ്ഫോടനത്തിന്. ഇത് മദർ ഓഫ് സാത്താൻ TATP ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഉമറിന് വളരെ വ്യക്തമായിട്ട് അറിയാം TATP അൺസ്റ്റെബിലിറ്റി ഇതിന്റെ ഡിറ്റോർഡറൊന്നുമില്ല. ഇത് മറ്റേ ഐരൂലൊന്നും അല്ല. ഇത് ഫ്രിക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ ഇംബാലൻസ് കൊണ്ടോ ചൂട് കൊണ്ടോ ഈ സാധനം പൊട്ടിത്തെറിച്ചാൽ വരാൻ പോകുന്ന വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ വ്യതിയാനം അല്ല പറയുന്നത്, അതിന്റെ ആ ഒരു സാധ്യത, അതിന്റെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് മാസീവാണ്. അത് പറഞ്ഞ ടെക്നോളജി, ഈ ബിൽഡ് ചെയ്യാനുള്ള ടെക്നോളജി ഹമാസിന്റെ കയ്യിലുണ്ട്. ഡ്രോൺ ടെക്നോളജി സാറ് പറഞ്ഞു. ഡ്രോൺ ആൾ ഇവിടെ അയച്ചിരിക്കുന്നത് ഒക്ടോബർ ആണ്. എന്താ അയച്ചിരിക്കുന്നത്? ഏറ്റവും ഡ്രോൺ ഡ്രോണിലാണല്ലോ. ഏറ്റവും ചെലവ് കുറഞ്ഞ പരിപാടിയില്ല സാർ. എത്ര വേണം ഒരു ഡ്രോണിൽ ഒരു പടക്കം മേടിച്ചു കൊടുക്കാൻ? 2000-3000 രൂപ കൊടുത്ത ഡ്രോൺ കൊണ്ടുവന്നൂരാ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും എവിടെ നിന്നാണ് കൊണ്ടുവരാൻ അല്ലേ? കൊണ്ടുവന്നു. സോ ഇവർ മാസ്റ്ററാണ് ഈ പരിപാടികളിൽ. ഷെയറിംഗ് ടെക്നോളജി അവർ POK-ലുണ്ട്. ജയ്ഷയായിട്ട് സംസാരിക്കുന്നു, LEG-ആയിട്ട് സംസാരിക്കുന്നു. ഇവരുടെ ആളുകൾ മുഴുവൻ കറങ്ങി നടപ്പുണ്ട് POK-യിൽ. അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇനിയുള്ള സമയം എന്ന് പറയുന്നത് മാക്സിമം ഇമ്പാക്ട്, മിനിമം എക്സ്പെൻസ്, മാക്സിമം ഇമ്പാക്ട്. അതാണ് ഇവരുടെ രീതി. ആ രീതിയാണ് ഇവർ അവലംബിച്ചത്. പണ്ടത്തെ പോലെ ഇങ്ങനെ പണ്ടൊക്കെ തോക്കും പിടിച്ചു വരിക, നേരത്തെ ഇതൊന്നും അല്ല. ദീസിലൊക്കെ മാക്സിമം കാഷ്വാലിറ്റി. ഇത് ഇന്ത്യക്ക് വളരെ ഭീകരമാണ്. ഇന്ത്യ നമ്മുടെ മുറുകെ പിടിച്ചിരിക്കണം. ഓരോ മുക്കും മൂലയും ഇന്ത്യ അരിച്ചു വറുക്കിയില്ലെങ്കിൽ ഇത് വരാൻ പോകുന്ന വലിയ സംഭവത്തിലേക്കാണ് സാറേ. കാരണം ഞാനിത് റിപ്പോർട്ട്സും ഈ പറയുന്ന ആർമി ജനറൽസിൻ്റെ ഒക്കെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സെക്യൂരിറ്റി സാഹചര്യത്തിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ടെക്നോളജി വൈസ് ആണെങ്കിലും മാൻ പവർ ആണെങ്കിൽ അതിന് പറ്റിയ എക്സ്പെർട്ടൈസ് സംഭവം വേണം. അതിനകത്ത് ഏറ്റവും ദുഃഖമായിട്ട് തോന്നിയത് ഇതേപോലെ എക്സ്പ്ലോസീവ് എടുത്തിട്ട് കാശ്മീരിലൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവെക്കുന്നു.
ഇത് ആലോചിക്കുമ്പം എന്തു മടയത്തരവും മണ്ടത്തരവും, അതും ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഭാഗത്താണ് ഇത് കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അവരെ PHEB അറിയത്തില്ലായിരുന്നു അവർക്ക്. അതാ അവിടെ അത് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് അത് പൊട്ടിത്തെറിച്ച് ഏകദേശം 9 പേര് മരിക്കുന്നു, 36 പേര് സീരിയസ്ലി ഇഞ്ചുവേർഡ് ആകുന്നു. അതിന് തൊട്ടടുത്തുള്ള ബിൽഡിംഗ് മുഴുവനും ബ്ലാസ്റ്റായി പോകുക, അതും പൊളിഞ്ഞുപോയി. 15 കിലോമീറ്റർ ദൂരത്താണ് ഇത് പോയത്. അപ്പം ഇതൊക്കെ കാണുമ്പോഴെനിക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ സെക്യൂരിറ്റി അപ്പാരറ്റസ്, സെക്യൂരിറ്റി ഏജൻസികൾ, അവർക്ക് കിട്ടുന്ന ഇൻ്റലിജൻസ് സംവിധാനം, കൗണ്ടർ ഇൻ്റലിജൻസ്, ഇതൊന്നും പ്രാപ്തമല്ല ഈ പറയുന്ന മോഡേൺ ടെക്നോളജിയിലുള്ള ഈ ടെറർ വാർഫെയറിനെ. അതായത് എങ്ങനെ ഫേസ് ചെയ്യും, ഇതൊരു ക്വസ്റ്റ്യന്. സർവൈവൽസ് പറയുന്നത് സാർ ചിന്തിച്ചു നോക്കുക, ഓരോ ഡാർക്ക് വെബിലൊക്കെ എത്രമാത്രം എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് കമ്മ്യൂണിക്കേഷന്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇവർ ഈ പറയുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് ഒന്നും അല്ല, എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ലക്ഷക്കണക്കിന് ഫീലേഴ്സ് ഉണ്ട്. അതായത് മെയിൻ പ്രശ്നം അവർക്ക് ഒരു സോഫ്റ്റ് സ്പോട്ട് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. കാശ്മീരുണ്ട്, ഹരിയാനയിലുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ, ആ യൂണിവേഴ്സിറ്റി ആണോ അതൊരു ക്രൈം സീനാണ് അതല്ലേ, അടച്ചു പൂട്ടി അവിടെ മുഴുവൻ എവിഡൻസ് എടുക്കണം. റൂം നമ്പർ 13 പറയുന്നത് പോലീസ് ഭാഷ പറഞ്ഞ ക്രൈം സീനാണത്, സർവകലാശാലയിലാവുന്നത്. സോ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ ടാർഗറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്കിപ്പം അമേരിക്ക സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും സാറേ, വലിയൊരു രാജ്യമാണ് ഇവിടെ എന്ന് പറയുമ്പോൾ നോക്കാൻ കൊണ്ട ഒരു പോലീസ് സംവിധാനമല്ല. പക്ഷെ ഇവിടെ വെൽ കണക്റ്റഡ് ആണ്. ഒരു വ്യക്തി പോലും ഏതെങ്കിലും കീവേഡ് അടിച്ചു കഴിഞ്ഞാൽ പോലും ഇപ്പം ഹൗ ടു മേക്ക് സോ ആൻഡ് സോ അപ്പൊ തന്നെ അലേർട്ട് ആവുകയാണ്. അതപ്പോൾ തന്നെ പോകേണ്ട സ്ഥലത്തേക്ക് ചെന്നിരിക്കും. അത്ര അധികം ആയത്തില്ലെങ്കിൽ, ആ ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ ഡിജിറ്റലി നമ്മളിതിനെ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇവർ ഒരു പടി മുന്നിലെന്ന് മനസ്സിലായി. അതായത് ഞാൻ എൻ്റെ പറയുന്നത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നാട്ടിലെ ഒരു കുട്ടൻപിള്ള പോലീസ്, അയാൾ ഈ സ്ഫോടന വസ്തു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് ഫോറൻസിക്കിനെ വിളിച്ച് അതാ പറയുന്നത്, അതുപോലും ഡിറ്റക്റ്റ് ചെയ്യാൻ എന്താണെന്ന് അത് നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതല്ലേ. അതൊരു നമ്മുടെ കേപ്പബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ് ബേസിക്. കാരണം നമുക്ക് വലിയ ലാബുണ്ട്, വലിയ റിസർച്ച് ടീമുണ്ട്, നല്ല ഏജൻസികളുണ്ട്. അതേപോലെ ഈ ബ്ലാസ്റ്റ് ഉണ്ടായേക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരിക്കുന്ന ഭാഗത്തുനിന്ന് വെറും 11 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഡൽഹിയിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു മെട്രോ സ്റ്റേഷൻ. അപ്പം ഇതിനകത്ത് സുരക്ഷാ പാളിച്ച ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയാൻ പറ്റും? ഞാൻ സാറിന് മനോഹരം വിയോജിക്കുകയാണ് സാർ പറഞ്ഞോളൂ. സാറേ, സുരക്ഷ വീഴ്ച എന്ന് പറഞ്ഞാല് അൺഐഡന്റിഫൈ ചെയ്തു, പിന്നെ കൂട്ടാളികളെ പിടിച്ചു കൊടുക്കണം. 300 കിലോ RDX കണ്ടെത്തി മറിഞ്ഞേ പറ്റും. പക്ഷേ ഒമർ വാസ് റണ്ണിങ്, ഒമർ ഒളിച്ചോടുകയായിരുന്നു. കാരണം കൂട്ടാളികളെ പിടിച്ചു മനസ്സിലാക്കിയപ്പോൾ അല്ലെ, ഇവര് എന്തോ വലിയ ലക്ഷ്യത്തിലേക്കുള്ള പോക്കായിരുന്നു. ഇവർ ശരിയാണ്, ഇവർ കോപ്പ് കൂട്ടി ഇവർ ശരിയാണ് സാറേ, ഇവർ പൊട്ടിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും ഇവരുടെ ഉദ്ദേശം പ്രൈം ടാർഗറ്റ് ചെങ്കോട്ടയായിരുന്നു. നല്ലൊരു ദിവസത്തിൽ ചെങ്കോട്ടയിൽ പൊട്ടിക്കാൻ വേണ്ടി വിജയം സാധനമാണ്. അത് നമുക്ക് മിടുക്കാണ് ഏജൻസികൾ. പിന്നെ സാറേ, ഈ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്ക അല്ലെങ്കിൽ കാനഡ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്റ്റൽ നെയ്ബേഴ്സിനെ വേണ്ടി സാർ ചിന്തിക്കുക. ഒരു വർഷം ശ്രീലങ്ക ഹോസ്റ്റലാണ്, മറുവശത്ത് ബർമ്മ, മറുവശത്ത് ബംഗ്ലാദേശ്, മറുവശത്ത് പാകിസ്ഥാൻ, പിന്നെ നേപ്പാൾ, ചൈന. ഈ സാറ് ഞാൻ പറഞ്ഞ ഹൈ ലെവൽ സാറ് മനസ്സിലാക്കി നോക്കുക. ഇത് എവിടേക്ക് പോയി എന്തൊക്കെ നോക്കും. പോരാത്തതിന് നമ്മുടെ നാട്ടിലെ സപ്പോർട്ട് ചെയ്യാൻ അതുകൂട്ടും ആളുകളും ഉണ്ട്. ശരിയല്ലേ? ഇവരെല്ലാം കൂടി എന്തൊക്കെ ചെയ്യും സാർ പറയാം. അതൊരു പ്രശ്നമുണ്ട്, മനുഷ്യ അസാധ്യമാണ്. അല്ലല്ല, നീ ആ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. പ്രശ്നമുണ്ട്. പക്ഷെ അതാണ് ഒരു രാജ്യം പുരോഗമിക്കുമ്പോൾ അതാണ് അതിൻ്റെ പ്രധാനം. ഒരു സ്ട്രോങ് പ്രധാനമന്ത്രി ഉണ്ട് ഇന്ത്യക്ക്, പോപ്പുലറായിട്ടുള്ള പ്രധാനമന്ത്രി. കാരണം സ്റ്റേബിൾഡാണ്. അതാണ് അതിൻ്റെ ചോദ്യം ഉത്തരവല്ല. ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ടാകുമെന്നുള്ളത് ഒരു കണക്ക് കൂട്ടണം. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ ഫാൽഗാമിലെ ടെറർ അറ്റാക്ക് എന്ന് പറയുന്നത് JD വാൻസ് വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിൽ പോകുന്നു, കറക്റ്റ് സമയത്ത് കൊണ്ട് ഫയർ ചെയ്തു. അപ്പോൾ ആ ഒരു സംഭവം അല്ല ഉണ്ടാകേണ്ടത്. സബ് ചലേക എന്നുള്ളതല്ല ഇവിടുത്തെ ഇൻ്റലിജൻസ്. അതായത് കൃത്യമായ അവലോകനങ്ങളും ഇതൊക്കെ മനസ്സിലാക്കണം. ഇന്ത്യ ഒരു അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. അല്ലാതെ അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് 4 ബോംബ് പോയി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുണ്ടാകുന്ന പ്രശ്നമാണ് ഇഷ്യൂ.
കാരണം ഗ്ലോബലായിട്ട് ഇന്ത്യയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കും. കാരണം അപ്പുറത്ത് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അവർ പെട്ടെന്ന് ചെയിൻ ആവും, നെറ്റ്വർക്ക് ആവും. നിങ്ങൾ ആദ്യം ഇത് പ്രധാനപ്പെട്ട പോയിന്റ്, ചൈന, പാകിസ്ഥാൻ, ടർക്കി, ആ ഒരു കോമ്പിനേഷൻ നോക്ക്. ഭയങ്കര തലവേദനയാണ്. കാരണം ടർക്കിക്ക് ലോകം മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കണം. അവൻ്റെ പണമുണ്ട്, സ്വാധീനമുണ്ട്, യൂറോപ്യൻ രാജ്യമാണ്. അപ്പുറത്തെ ചൈന, ഇന്ത്യ എങ്ങനെയെങ്കിലും വൈപ്പ് ഔട്ട് ചെയ്യണം. കാരണം ഇന്ത്യ വൈപ്പ് ഔട്ട് കഴിഞ്ഞാൽ മറ്റൊരു സ്പേസ് എന്ന് പറയുന്നത്, ചൈന കഴിഞ്ഞ വേറെ സ്പേസ്, വലിയൊരു രാജ്യവും മാൻ പവറും ഇല്ലാതായി. ബ്ലാസ്റ്റുകൾ ഉണ്ടാക്കുക, ബ്ലാസ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യക്കാർ ഇന്ത്യയിലോട്ട് വരത്തില്ല ഭയന്നിട്ട്. കാരണം ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഖയസ് ഉണ്ട്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി അൺസർട്ടനിറ്റി. ഇത് രണ്ടും മാറ്റർ ചെയ്യും. അപ്പം അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത്. ഇന്ത്യക്ക് എങ്ങോട്ട് ഫർദറായിട്ട് പോകാൻ നേരത്തെ ഈ പറയുന്ന അപ്പാരറ്റസ് അതല്ല, നമ്മൾ ഫർദറായിട്ട് ടെക്നോളജി ഹെഡാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളോടാണ് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിനകത്ത് വെക്കേഷൻസ് ഇല്ല. അതായത് എല്ലാം ഒതുക്കി, കാശ്മീർ പ്രശ്നമില്ല, അത് പ്രശ്നമില്ല, ഇത് പ്രശ്നമില്ല, അങ്ങനല്ല ഇത്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അത് കാരണം നമ്മൾ പല രീതിയിലും ഭയങ്കരമായി ഇതാ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഡൽഹിയിലുള്ള ജനങ്ങൾ പഴയ ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് തിരിച്ചു വരുന്നുള്ള ചോദ്യത്തിലോട്ട് കടക്കാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. കാരണം അല്ലാതെ നമ്മൾ വലിയ ശക്തിയായി, ആ ശക്തിയായി, ഈ ശക്തിയായി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് ഫീൽ ചെയ്യണം അവൻ സെക്യൂരിറ്റി സോണിലാണ്, അവൻ സേഫ് സോണിലാണ്. അപ്പം അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിലൊരു പരിധി വരെ സാറേ വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഭരണകൂടത്തിന് പൂർണ്ണമായിട്ടും സെക്യൂർ ആക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ബോർഡർ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ തന്നെ എത്രമാത്രം ബോധവാന്മാരാവണം. നമ്മൾ തന്നെ ഇത് കണ്ടും കാതും തുറന്നിരിക്കേണ്ട ആവശ്യകത നമ്മൾ ആയിക്കഴിഞ്ഞിരിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്ന് പറയുന്നത്, എനിക്ക് പറയുന്നത് നമ്മുടെ ഏജൻസിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഇന്ത്യക്ക് ഒരു ആറ്റിറ്റ്യൂഡ് സബ് ചെലക എന്നുള്ള സാറ് ലേറ്റ് ബാക്ക് ആറ്റിറ്റ്യൂഡ് ഒരുപാട് കാലഘട്ടങ്ങളിൽ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയി മുന്നോട്ട് ഇപ്പൊ നമ്മൾ ഹമാസിന്റെ പ്രസൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡ്രോൺ ടെക്നോളജി. ഡ്രോൺ ഈ മണിപ്പൂരിൽ ഡ്രോൺ ഉപയോഗിച്ചതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഡ്രോൺ ടെക്നോളജി അവിടെ ആർക്ക് കൊടുക്കിട്ടിരിക്കുന്നത് അല്ലെ? മണിപ്പൂരിൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് കരസേന നേരിട്ടിരിക്കുന്നത് പലപ്പോഴും, പല നെയ്തികളും മറ്റേ കുക്കികളും കൂടിയിട്ട്. അപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്, ഡ്രോൺ ടെക്നോളജി അറിയുന്നവർ ഇന്ത്യയിലുണ്ട്. അപ്പോൾ എല്ലാം അറിഞ്ഞും കൊണ്ടും ഇനി വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. ഒരു പ്രിപ്പയർഡ്നെസ്, ഒരു അലേർട്ട്നെസ് ഇന്ത്യയിൽ ഉണ്ടായേ പറ്റൂ. കാരണം ശത്രുക്കൾ കരുത്തരാണ്, നമ്മളെക്കാളും ദരിദ്രരാണ്. നമ്മളിപ്പോ പറയുന്നുണ്ട് വീരവാദം അറിയിക്കൊണ്ട് കാര്യമായിട്ടില്ല. ശത്രു വളരെ ശക്തനാണ്, അവന് ഒരുപാട് ആളുകൾ പുറകിലുമുണ്ട്. അല്ലാതെ മിഥുൻ പറഞ്ഞാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ ഹൈപ്പർ സാധനം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ റിസൾട്ട് വരേണ്ടത്. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിനും നമ്മളെങ്ങനെ സെക്യൂർഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഹോംവർക്കും അതേപോലെ തന്നെ ഹാർഡ് വർക്കും ചെയ്തിട്ട് മുന്നോട്ട് പോകും. അതായത് ഓരോ ഇന്ത്യക്കാരനും, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ആൾക്കാർക്കും അവൻ സെക്യൂർഡ്, അവനും പ്രാധാന്യമുണ്ട്. കാരണം അവനെയും ട്രെയിൻ ചെയ്യിപ്പിക്കണം. ആൾക്കാരെ എങ്ങനെ കാണണം, ഇതെങ്ങനെ പലതും ഉണ്ട്. അതായത് സിമ്പിളായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഏകദേശം 20 കോടിയിൽ പരം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ഏകദേശം 200 മില്യൺ. അതിനകത്ത് ചെറിയൊരു പക്ഷേയുള്ളൂ. പക്ഷേ ഇതിനകത്ത് വലിയൊരു വിഭാഗവും ഇവരെ ഈ പറയുന്ന ജിഹാദിനെ ഇഗ്നോർ ചെയ്യാനും തള്ളിക്കളയാനും തയ്യാറാവുന്നില്ല. അതാണ് മിഥുൻ നേരത്തെ പറഞ്ഞൊരു ഘടകമുണ്ട്. ഇപ്പം ബംഗ്ലാദേശ്, അത് നമ്മളൊരു ശത്രു പോലുള്ള രാജ്യമായിട്ടങ്ങ് മാറി. കാരണം അതിൻ്റെ ഫർദർ എസ്കലേറ്റ് ചെയ്ത് വലിയ ഇഷ്യൂ ആകുന്ന എൻ്റെ ഒരു തോന്നല്. കാരണം ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂ. ചൈനയെ നമുക്ക് ഒരു കാരണവശാലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ചൈനയ്ക്ക് വേറെ അജണ്ടയുണ്ട് ഇന്ത്യയെ വെച്ചുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരിക്കലും ധാരണയിൽ പോകില്ല. ശ്രീലങ്ക, ഈ പറയുന്ന ഇൻഡോ പസഫിക് ആണെങ്കിൽ ഈ റീജിയനിലൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം സബ് ചൽത്ത എന്നുള്ള സംഭവമല്ല, സെക്വേർഡായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളത്
ഇന്ത്യൻ സ്റ്റേറ്റുകളും സിറ്റികളുമാണ് അവരുടെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ്. അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലാതെ ഇതിനകത്ത് ഈ പറയുന്ന വീരവാദങ്ങൾ മുഴുവനും ഒന്നും നടക്കത്തില്ല ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ കാണിച്ചു കൊടുക്കും, നാളെ കാണിച്ചു കൊടുക്കും, അതടുത്ത ദിവസം കാണിച്ചു കൊടുക്കും. ഇതല്ല ഇവിടെ ആവശ്യം. അതായത് ഇസ്രായേൽ ചെയ്ത പോലെ തന്നെ കൊടുത്തു കഴിയുമ്പോൾ അവനങ്ങ് തീർത്തു. അവർക്ക് നഷ്ടമുണ്ടായി. ഇപ്പം അതിൽ മാൻ പവർ പോയി, പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. പക്ഷേ അതിന് റിസൾട്ട് കൊണ്ടുവന്നു, അതിൻ്റെ വേരിറക്കാൻ സാധിച്ചു. അതേപോലെ അടുത്തുള്ള മറ്റ് പല രാജ്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തവർ അവരെയും തീർത്തു. പക്ഷെ അങ്ങനെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് സിമ്പിൾ അല്ല. കാരണം അതേപോലെ അമേരിക്ക ഇന്ത്യയെ പിന്തുണയ്ക്കത്തില്ല. അതതിൻ്റെ കാര്യം. ഇപ്പം സാറിസ്ഥാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2.5 വർഷം എടുത്തു അവർക്ക് കറക്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞതാണ്. അത് എങ്ങനെയാണ് സാർ അവിടെ എത്തിയിരിക്കുന്നത് വെച്ചാൽ ഡിസിപ്ലിൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നേറിയതുകൊണ്ടാണ്. ഓരോ ഇസ്രായേലും പറയുന്നത്, ഓരോ ഇസ്രായേലും അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടായി. ഇപ്പം നമ്മളിപ്പോൾ എവിടെ പോയാലും വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഇസ്രായേലികളും നിർബന്ധ സേനയുമായി ബന്ധപ്പെട്ട് തിരിച്ചു വരും. നമ്മളങ്ങനെയാണോ? നമ്മളിരുന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് നമ്മളിരുന്നുകൊണ്ട് ഇന്ത്യ ഇന്ത്യ കൊണ്ട് അല്ല. പക്ഷെ ടെക്നിക്കലി ഒരു ഫെയിലിൽ ഇറങ്ങിയിട്ട് അവനവൻ്റെ ഒരു ചെറിയൊരു ഭാഗം പോലും ചെയ്യാൻ പോലും മിനിമം ഒന്നും വേണ്ട. ഒരു പട്ടാളക്കാരെ കണ്ടാൽ ഒരു സീറ്റ് പോലും കൊടുക്കുമോ? നമ്മുടെ നാട്ടിൽ ട്രെയിനിൽ കണ്ടാൽ ആ യൂണിഫോമിൽ കണ്ടാൽ മിനിമം അവനെ എണീച്ച് എന്നാ സാറി ഇരുന്നോ അല്ലേ? അല്ലെങ്കിൽ അവന് വേണ്ടി വഴിമാറി കൊടുക്കുന്ന ടീമാണ് നമ്മൾ. ഇപ്പം എന്നിട്ട് പറയുകയാണ് നമ്മൾ സെക്യൂർ ആക്കണം, എന്ത് വന്നാലും അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തേക്ക് പറഞ്ഞു വരുമ്പോൾ വെച്ചാൽ ജനങ്ങളുടെ മനോഭാവം മാറണം. വാർ മാറിയിരിക്കുകയാണ്. വാർ എന്ന് പറയുന്നത് ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. നമ്മളിന്ന് കണ്ടു വൈറ്റ് കോളർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനോഭാവം മാറി എല്ലാ സർക്കാരിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാവില്ല. നമ്മളും ഒരു ബോധവാന്മാരുള്ള പൗരന്മാരായി മാറണം. ഇസ്രായേലിൽ പാത കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈസി അല്ല. അത് സമയമെടുക്കും. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ക്രൗഡിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വർഷം എടുക്കും. പക്ഷേ സ്മോൾ സ്റ്റെപ്സ്. ഭാരതം നമ്മുടെ ദേശമാണ്. തീർച്ചയായിട്ടും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓരോ ഭാരതീയനും കടമയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഗുഡ് ഡിസ്കഷൻ. നമുക്കിനി അടുത്ത ഒരു പോയിന്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു മിഥുൻ.